കാറിൽ വാഹനത്തിൽ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുക, അതുമായി ഒരു ചാവേറ് പോവുക, അത് ഒരു പൊതുസ്ഥലത്ത് വെച്ച് പൊട്ടിത്തെറിക്കുക. ഒപ്പം ഏറ്റുമുട്ടലിനുള്ള ശേഷി കൂടി അന്നുണ്ടായിരുന്നു. പട്ടാളവുമായിട്ട് ഏറ്റുമുട്ടാനുള്ള ശേഷി എന്നൊക്കെ പറഞ്ഞാൽ കുറേ കൂടി ഇൻ്റലിജൻസ് ആവശ്യമാണ്. ഈ കാശ്മീരിലെ പ്രത്യേകിച്ച് മറ്റേത് നിയമസഭാ മന്ദിരത്തിന് അടുത്തേക്ക് പോകുന്ന പോലെയല്ല, ശ്രീനഗറിലെ നിയമസഭാ മന്ദിരത്തിന് അടുത്തേക്കൊക്കെ പോകണമെങ്കിൽ ഒരുപാട് സുരക്ഷാ വലയങ്ങൾ മറികടക്കേണ്ടതുണ്ട്. അങ്ങനെ സുരക്ഷാ വലയങ്ങളൊക്കെ അതിൻ്റെ പഴുതവിടുന്ന് ഇൻ്റലിജൻസ് വിഭാഗത്തിന് അറിയുന്നു. അത് പ്രത്യേകിച്ച് ISIയുടെ വലിയ ഇൻപുട്സൊക്കെ അതിനുണ്ട്. ഈ ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഇൻ്റലിജൻസ് ഏജൻസികളിൽ ഒന്ന് തന്നെയാണ് ISI, അതിന് യാതൊരു സംശയവുമില്ല. അവരുടെ ഇൻപുട്ടെല്ലാം കൂടിയാണ് ഇവർ ചെന്നിട്ട് ഈ പാർലമെൻറ്റ്, ഈ നിയമസഭാ മന്ദിരത്തിനകത്ത് ഒരു തൊട്ടടുത്ത്, അകത്തല്ല, ആ മന്ദിരത്തിനടുത്ത് ഒരു സ്ഫോടനം ഉണ്ടാക്കുന്നു. അവിടെ ഏറ്റുമുട്ടലുണ്ടാകുന്നു. 31 പേർ മരിക്കുന്നു, 6 പേർക്ക് പരിക്കേൽക്കുന്നു. ഇതായിരുന്നു ഏറ്റവും വലിയ ഒരു ആക്രമണം എന്ന് പറയുന്നത്. അവരുടെ ഒരു ഇൻ്റലിജൻസ് ശേഷിയുടെ ഒരു ശക്തി പ്രകടനം കൂടിയായിരുന്നു. പിന്നീട് അവർ നടത്തിയത് 2001 ഡിസംബർ 13 പാർലമെൻറ്റ് ആക്രമണമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, LTTയുമായി ചേർന്ന്, ലഷ്കർ-ഇ തൊയ്ബയുമായി ചേർന്ന് നടത്തിയ ആക്രമണമാണ്. അതായിരുന്നു അവരുടെ കരിയറിലെ ഏറ്റവും വലിയ പീക്ക് എന്നൊക്കെ പറയാവുന്നത് പോലെ അവർ നടത്തിയ ഏറ്റവും വലിയ ആക്രമണം. അങ്ങനെയാണ് ലഷ്കർ-ഇ തൊയ്ബയ്ക്കും ഈ പറയുന്ന ജെയ്ഷെ മുഹമ്മദിനുമൊക്കെ പാകിസ്ഥാനിലും ലോകത്താകമാനമുള്ള ഈ ഭീകര സംഘടനകളെ സഹായിക്കുന്ന ഗ്രൂപ്പുകൾക്കിടയിലുമൊക്കെ വലിയ സ്വാധീനവും വലിയ സാമ്പത്തിക ശേഷിയും ഒക്കെ ഇതിൽ അത്രത്തോളം ശക്തരാണ് അവർ എന്ന ഒരു അവസ്ഥയിലേക്ക് അവർ നീങ്ങുകയൊക്കെ ചെയ്തു. അതിനുശേഷം പിന്നീട് 2016 ഈ പാർലമെൻറ്റ് ആക്രമണത്തിൽ, ലഷ്കർ-ഇ തൊയ്ബയുടെ ആക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദിന് എത്രത്തോളം പങ്കുണ്ടായിരുന്നു എന്നതിനെ സംബന്ധിച്ചൊക്കെ സ്വാഭാവികമായും ചോദ്യങ്ങളുണ്ട്. തൽക്കാലം അത് ലഷ്കർ-ഇ തൊയ്ബ തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട സംഘടന. അതുകൊണ്ട് അവരെ മാറ്റി നിർത്താം. മാറ്റി നിർത്തിയാൽ 2016 ജനുവരി 2 പത്താൻകോട് എയർഫോഴ്സ് സ്റ്റേഷന് നേരെ നടത്തിയ ആക്രമണമായിരുന്നു. 6 ഭീകരർ AK-47 തോക്കും ഗ്രനേഡുമായി വന്ന് ആക്രമണം നടത്തുകയായിരുന്നു. 7 പേർക്ക് മരണമുണ്ടായി, 10-20 പേർക്ക് പരിക്കേറ്റു. 12 മണിക്കൂറോളം ഏറ്റുമുട്ടൽ തുടർന്നു. ഇന്ത്യയുടെ ഒരു എയർഫോഴ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത്, പത്താൻകോട് എയർഫോഴ്സ് ആസ്ഥാനത്ത് വന്ന് എയർഫോഴ്സുമായി നേരിട്ട് ഒരു യുദ്ധം എന്ന മട്ടിലൊക്കെ നേരിട്ട് ഏറ്റുമുട്ടുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിനകത്ത് കടന്നു കയറാൻ കഴിയുക? അത്രത്തോളം വലിയ ഇൻ്റലിജൻസ് അവർക്കുണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവാണ്. എന്നുവെച്ചാൽ അവരുടെ ഒരു ശക്തി പ്രകടനമാണ്. അവർ മരിച്ചു പോവും, ഈ വരുന്ന ചാവേറുകൾ മരണമടയുമെന്നറിയാം. മരിക്കുന്നതിന് മുമ്പ് പരമാവധി പേരെ കൊന്ന് നമ്മളെ നാണം കെടുത്തുക എന്നുള്ളതാണ്. അത്തരം ഒരു ലക്ഷ്യത്തിലൊക്കെ ഒരു പരിധിവരെ അവർ അന്ന് വിജയിച്ചു എന്ന് വേണം നമുക്ക് പറയാം. നമ്മൾ ഏറ്റുമുട്ടൽ വിജയിക്കുമ്പോഴും നമ്മൾക്കിടെ ഒരു ആസ്ഥാനത്ത്, എയർഫോഴ്സിൻ്റെ ആസ്ഥാനത്ത് ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് ഇടിച്ചു കയറുക എന്ന് പറഞ്ഞാൽ അവർ ആ ഒരു ശേഷി പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്.